നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തുകയും അവിടെ വാർത്താ സമ്മേളനത്തിൽ ഒരു വിവരം അറിയിക്കുകയും ചെയ്തു. അതായത് തൃശ്ശൂർ പൂരം ഇനി മുതൽ ആ പഴയ പെരുമയോടും പ്രതാപത്തോടും കൂടി നടത്തും എന്നുള്ളത്. നമുക്കറിയാം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. അതിനപ്പുറം ഓരോ തൃശ്ശൂർക്കാരുടെയും ഒരു വികാരമാണ്. അവർക്ക് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതൊരു കേരളത്തിൻ്റെ പൂരം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു അവിടെ അതിനകത്ത് എന്തൊക്കെ വിഷയങ്ങളൊക്കെ വന്ന് തൃശ്ശൂർ പൂരം കലങ്ങി മറിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും പിന്നെ അത് എങ്ങനെയൊക്കെ ഒത്തുതീർപ്പാക്കി ശരിയാക്കി പഴയ പോലെ തന്നെയൊക്കെ ഒരുവിധമൊക്കെ നടത്തി അത് പൂർത്തിയാക്കി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ സമയത്ത് സുരേഷ് ഗോപി പറയുന്നു, തൃശ്ശൂർ പൂരം ഞാൻ പഴയ പടി നടത്താനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്, അതിനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ആവശ്യപ്പെടുകയും സർക്കാർ എനിക്കായിട്ട് അതിനുവേണ്ടി കുറേ ആൾക്കാരെയൊക്കെ തരികയും വിട്ടുതരികയൊക്കെ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊക്കെ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊന്നുമല്ല, നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മഹോത്സവമാണ്. തൃശ്ശൂർക്കാരുടെ, അതിലേറെ തൃശ്ശൂർക്കാരുടെ ജീവരക്തം എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് അവർക്ക് പ്രിയങ്കരമാണ്, അവരുടെ വികാരം തന്നെയാണ് തൃശ്ശൂർ പൂരം. ഒക്കെ ശരി, മാറ്റമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും സത്യം അറിയാം. അപ്പോൾ നമുക്കറിയാം ഇപ്പം എന്ന് പറയുന്നത് കേരളം ഒരു ദുരന്ത മുഖത്ത് നിൽക്കുകയാണ്. ആ വേദനകൾ കൂടി കടന്നു പോവുകയാണ്. ആ വേദന, വയനാട്ടിൽ നടന്ന പ്രളയ ദുരന്തങ്ങൾ, ആ ഉരുൾപൊട്ടൽ ദുരന്തം, അതിൻ്റെ നടുക്കത്തിൽ നിന്ന് കേരളം ഇനിയും മുക്തമായിട്ടില്ല. അത് കേരളം മുക്തമാവാൻ കുറച്ച് നാളുകൾ തന്നെ എടുക്കും. ഇപ്പോൾ നമ്മൾക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഈ വയനാട് ദുരന്തം എങ്ങനെ നമ്മുടെ കേരളം തരണം ചെയ്യും, എങ്ങനെ വയനാട്ടുകാരെ തരണം ചെയ്ത് ആ ആൾക്കാരെ ഒക്കെ ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല സർക്കാരിനെ എങ്ങനെയൊക്കെ തനിക്ക് സഹായിക്കാൻ പറ്റും. താനൊരു കേന്ദ്രമന്ത്രിയാണ്, ഒരു MP എന്നതിലപ്പുറമായിട്ടൊരു കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായങ്ങൾ തൻ്റെ സംസ്ഥാനത്തേക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു കേരളത്തിൽ നിന്ന് പോയൊരു കേന്ദ്രമന്ത്രിയുടെ ഈ സമയത്ത് അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അദ്ദേഹം മറന്നിരിക്കുകയാണോ? ഇപ്പോൾ തൃശ്ശൂർ പൂരമാണോ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അതോ ഇങ്ങനെയുള്ള വയനാട് ദുരന്തം, അത് മാത്രമല്ല അതിനു മുമ്പ് കർണാടകയിലെ ഷിരൂരിൽ നടന്ന ഉരുൾപൊട്ടലിൽ കുറേ പേരെ കാണാതെ, അതിൽ നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളെ അർജുൻ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പയ്യനെ കാണാതായിരിക്കുകയാണ്. അതിൻ്റെ ശവം പോലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു നീറിൽ കേരളം നിൽക്കുന്ന സമയത്താണ് ഈ വയനാട് ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം വയനാട് ദുരന്തത്തിൻ്റെ പുറകെ പോവുകയും അന്ന് നടന്ന ആ ഷിരൂരിലെ സംഭവം, ഷിരൂരിലെ ദുരന്തം കുറേശ്ശെ ആൾക്കാരുടെ ചർച്ചയിൽ നിന്ന് മറയുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ എല്ലാവരും വയനാടിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത്രമാത്രം ദുരന്തങ്ങൾ ഒക്കെ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചർച്ച എന്ന് പറയേണ്ടത് അതായിരിക്കണം. അതിൽ നിന്ന് എങ്ങനെ ആൾക്കാരെ കരകയറ്റാം, എങ്ങനെ നാടിനെ കരകയറ്റാം, എങ്ങനെ അതിനുള്ള സർക്കാരിന് അതിനെന്തൊക്കെ സഹായങ്ങൾ ചെയ്യാം, അതായിരിക്കണം ഒരു കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം. ഞാൻ വീണ്ടും പറയുകയാണ്, അല്ലാതെ നടക്കാം വർഷാവർഷം നടക്കുന്ന ഒരു ഉത്സവം അതിന് പഴയ പടി കൊണ്ടുവരിക അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്. പൂരം വർഷങ്ങൾ കൊണ്ട് നടക്കുന്നു. അത് കഴിഞ്ഞ വർഷം അതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അതെങ്ങനെ വന്നു എന്നൊന്നും നമുക്കറിയില്ല. അത് സംഭവിച്ചു, പക്ഷേ ഇനി അത് സംഭവിക്കണമെന്നില്ല. പൂരം ഇങ്ങനെ വർഷാവർഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതിലിപ്പോൾ നമ്മൾ പഴയ കൊണ്ടുവരും, അല്ലെങ്കിൽ പഴയ എല്ലാ പെരുമയോടും കൂടി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമാണ്. ശരിയാണ്, കൊള്ളാം, നമ്മുടെ പൂരം നമ്മുടെ സാംസ്കാരികമായിട്ടുള്ളൊരു മഹോത്സവം അതിൻ്റെ പഴയ രീതിയിൽ നല്ല രീതിയിൽ നടക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷമാണ്, അഭിമാനമാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരം അല്ല നമുക്ക് വലുത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ പോലെയുള്ള, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണ ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണോ? അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊക്കെ സ്വയം മനസ്സിലാക്കാൻ ബുദ്ധിയും വൈഭവവും ഒക്കെയുള്ള ഒരു മഹാ വ്യക്തിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം ഇനിയെങ്കിലും അതൊക്കെ വിട്ടിട്ട് ഈ വയനാട് ദുരന്തം, അല്ലെങ്കിൽ കേരളം ഇന്ന് നേരിടുന്ന ഈ ഒരു ദുരന്ത മുഖത്തുകൂടി കേരളം നടക്കുമ്പോൾ കുറച്ചൊക്കെ ആ ഒരു രീതിയിൽ, ആ ഒരു വഴി അദ്ദേഹവും സഞ്ചരിക്കുക, അതിനെ മറികടക്കാനായിട്ട് ജനങ്ങളെ സഹായിക്കുക, സർക്കാരിനെ സഹായിക്കുക, അതായിരിക്കണം ഇപ്പോൾ
അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. തൃശ്ശൂർ പൂരമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക, അത് വർഷത്തിലും വരുന്നതാണ്. ഇനിയും നമുക്കറിയാം ഒരുവിധപ്പെട്ട നാൾ വരെയൊക്കെ അത് ഇങ്ങനെ കാണാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനൊന്നും ഒരു മാറ്റവും പെട്ടെന്നൊന്നും വരാൻ പോകുന്ന കാര്യങ്ങളല്ല. പിന്നെ അങ്ങ് ആഗ്രഹിച്ച പോലെ അതിനകത്തൊരു നല്ല രീതിയിൽ നടക്കുന്നെങ്കിൽ നടന്നോട്ടെ, പ്രശ്നമില്ല, നമുക്കെല്ലാവർക്കും സന്തോഷം. പക്ഷേ ഇപ്പോൾ ഈ പ്രളയങ്ങളും ദുരന്തങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കൂടി കുറച്ച് ശ്രദ്ധിക്കുക. കാരണം ജനങ്ങളുടെ ദുരന്തങ്ങൾ, ഈ വയനാട് ദുരന്തത്തിൽ ഉറ്റവരും പെട്ട് നഷ്ടപ്പെട്ട് കിടക്കുന്നവരുടെ വേദനകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ കരച്ചിൻ്റെയും തീരാവേദനകളുടെയൊക്കെ മുന്നിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് ഇനിയെങ്കിലും അങ്ങൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്ന് തന്നെയായിരുന്നു എനിക്ക് തുടക്കം മുതലേ ഉള്ള ഒരു വിശ്വാസം. പക്ഷേ അതിലല്പം മങ്ങലേറ്റിരിക്കുന്നോ എന്നൊരു സംശയമുണ്ട്. അത്രയേ ഉള്ളൂ.